സുവിശേഷ ദീപവുമേന്തി ഇതാ അനേകം വൈദികർ തളരാതെ മുന്നേറുന്നു. നവയുഗത്തിലെ വെല്ലുവിളികളെ അവർ ധീരതയോടെ നേരിടുന്നു. ഇത് ഫാദർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിൽ MCBS, സീറോ മലബാർ സഭയുടെ ദൈവവിളി കമ്മീഷൻ സെക്രട്ടറി, സുവിശേഷവൽക്കരണത്തിനും പ്രവാസികളുടെ അജപാലനത്തിനും വേണ്ടി സീറോ മലബാർ സഭയിൽ രൂപം കൊണ്ട കമ്മീഷന്റെ സെക്രട്ടറി എന്നീ നിലകളിലും ഈ വൈദികൻ ഇപ്പോൾ സേവനം ചെയ്യുന്നു. ദൈവം വഴി നടത്തിയ അനുഭവങ്ങളും മിഷൻ വയലിലെ തന്റെ ശുശ്രൂഷകളെക്കുറിച്ചും ഫാദർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിൽ MCBS നമ്മോട് പങ്കുവയ്ക്കുന്നു. സെബാസ്റ്റ്യൻ അച്ഛ, ഷാലോം TV-യിലെ ജോഷു എന്ന പ്രോഗ്രാമിലെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിയിൽ അച്ഛൻ്റെ വീട് അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പങ്കുവച്ചതാണ്. അച്ഛൻ്റെ വീട് മലയാറ്റൂരിനടുത്ത് കാടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ ഇടവപ്പള്ളിയുടെ പേര് മേരി ഇമാക്കുലേറ്റ് ചർച്ച് കാടപ്പാറ. അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പറയുമായിരുന്നു അച്ഛൻ്റെ ദൈവവിളിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു കുടുംബമാണ്. അതിൽ തന്നെ ഏറ്റവും അധികം അമ്മച്ചിയുടെ സ്വാധീനമാണ്. നിങ്ങൾ വീട്ടിൽ 2 മക്കളാണ്. ചേട്ടൻ വിവാഹിതനാണ്. അച്ഛൻ ഇളയാൾ സെമിനാരിയിൽ പോയി. അപ്പോൾ ചേട്ടനെയും അച്ഛനെയും പള്ളിയിൽ വിടാനും പ്രാർത്ഥനയ്ക്കും കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും താല്പര്യം എടുത്തിരുന്ന അമ്മച്ചിയാണ്. അതുപോലെ വികാരിയച്ഛന്മാരുടെ സ്വാധീനം, ആ ഇടവകയിൽ സേവനം ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെ സ്വാധീനം, ഇതൊക്കെ അച്ഛനെ ഏറെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. അതുപോലെ ആ നാട്ടിൽ സേവനം ചെയ്തിട്ടുള്ള MCBS വൈദികരുടെ സ്വാധീനമാണ് MCBS സഭയിലേക്ക് അച്ഛനെ എത്തിച്ചത്. ഏറ്റവും ഒടുവിൽ അച്ഛൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു, ലാസ്റ്റ് എപ്പിസോഡിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വൈദിക പരിശീലനത്തിന് പോകുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ഇടവക വികാരിയായിരുന്ന ജോസഫ് അട്ടോളി അച്ഛൻ്റെ ഒരു ഗൈഡൻസും ഇടപെടലുമാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അച്ഛൻ 15 വർഷമായി. 2003 അച്ഛനായി. 2003 ഡിസംബറിൽ 15 വർഷം പൂർത്തിയാവാൻ പോകുന്നു. വൈദികനായതിനു ശേഷം അച്ഛൻ്റെ പ്ലേസ്മെൻറ്റ് ആദ്യം മൈനർ സെമിനാരിയിലായിരുന്നു അതിരമ്പുഴയിൽ. പിന്നീട് മഹാരാഷ്ട്രയിലൊരു മിഷൻ എന്ന് പറയുന്ന മിഷൻ പ്രദേശത്തായിരുന്നു. ആ മിഷൻ പ്രദേശത്ത് അച്ഛൻ പറഞ്ഞനുസരിച്ച് ഒരു ചെറിയ പള്ളിയും ചെറിയ സ്കൂളും ചെറിയ ആശുപത്രി എല്ലാം ഒന്നിച്ചുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ അച്ഛൻ്റെ ശുശ്രൂഷകൾ എന്തായിരുന്നു, അച്ഛൻ്റെ അനുഭവം എന്താണ്, അച്ഛന് ആ ഒരു പ്രദേശം എന്ത് പഠിപ്പിച്ചു, അച്ഛൻ്റെ ബോധ്യങ്ങൾ എന്താ, ഒന്ന് പറയാമോ അച്ഛൻ? പാഞ്ചഗണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ഹിൽ സ്റ്റേഷനാണ്. ശരിക്കും നമ്മുടെ ഒരു പ്രോപ്പർ മിഷൻ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും മിഷനിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആശുപത്രിയുണ്ട്. അത് റെഡ് ക്രോസിൻ്റെ ആശുപത്രിയാണ്. MCBS സഭയുമായിട്ടുള്ള ധാരണയിൽ MCBS അച്ഛന്മാർ അത് മാനേജ് ചെയ്യുന്നു. അതിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും ഒരു ടോമി കരിയിലക്കുളം എന്ന് പറയുന്ന അച്ഛനാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നത്. അച്ഛൻ്റെ ഒത്തിരി കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ കണ്ട ഒരു കാര്യം, അവിടെ ഒത്തിരി റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. 40 സ്കൂളുകൾ മിച്ചമുണ്ട് അവിടെ നമ്മുടെ പിള്ളേർ ശരിയായ ഫോർമേഷൻ കിട്ടാതെ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ അച്ഛൻ്റെ ആശയത്തിൽ നിന്ന് ഉണ്ടായതാണ് അവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂള്. അതിൻ്റെ മാനേജറുമായിട്ടായിരുന്നു ഞാനവിടെ ചെല്ലുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ഇടവക, ഒരു 30-40 വീട്ടുകാരുള്ള ഒരു കൊച്ചു ഇടവക. ആശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു TB സാനിറ്റോറിയം ആയിരുന്നു. അത് കഴിഞ്ഞ് അത് പതിയെ ഒരു HIV ഹോസ്പിറ്റലും കൂടിയായി മാറി. അവിടെ വരുന്ന ആളുകളുടെ പ്രത്യേകത, ആരെങ്കിലും ഒരാൾ ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കണം, അത് നിർബന്ധമാണ്. അവിടെ മരുന്നും ഭക്ഷണവും ഈ രോഗികൾക്കെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന, ഒപ്പം അവിടുത്തെ സ്റ്റാഫ് ഇവരോട് കാണിക്കുന്ന ഒരു കരുതലുണ്ട്. അത് ഒത്തിരിയേറെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് HIV എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രോഗം എന്ന് കരുതുന്ന ആ സമയത്ത്, ഇപ്പോൾ കുറേ കൂടി അതിൻ്റെ പേടി മാറി. ആ സമയത്ത് ഈ അവിടെയുള്ള സ്റ്റാഫ് ഇവരോട് കാണിക്കുന്ന പരിചരണം ഒത്തിരിയേറെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒപ്പം അവിടെയുള്ള ആളുകളുടെ സമർപ്പണം, അവരും പേടിയോടെ വന്നത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പതിയെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സമൂഹത്തിലെ ഏറ്റവും ശുശ്രൂഷ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ അത് ഒത്തിരിയേറെ വൈദിക ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒപ്പം കുട്ടികളുടെ ഫോർമേഷൻ, ഞാൻ സെമിനാരിയിലുണ്ടായിരുന്നു. ഇത് വേറെ തലത്തിലുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കടന്നു പോകുന്ന, കുറേ കാലം മുമ്പ് കടന്നു പോകുന്ന ഇപ്പോഴത്തെ തലമുറ, അവരുടെ ഫോർമേഷനിലും നമ്മൾ
എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒത്തിരി ഒരു കാലഘട്ടമായിരുന്നത്. അവരോട് എങ്ങനെ ഇടപെടണം, പലപ്പോഴും ദേഷ്യപ്പെട്ടാലൊന്നും കാര്യം നടക്കുകയില്ല. അവരോട് ശാന്തമായിട്ട് സ്നേഹത്തോടെ പറയുമ്പോൾ ദേഷ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അവർ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അടുത്തുനിന്ന് മാറിയിട്ട് നമ്മുടെ സംരക്ഷണത്തിലാണ് അവർ ആ സമയത്ത്, ബോർഡിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കരുതലും സ്നേഹവും നമ്മളെങ്ങനെ പഠിക്കണം എന്നതിനെ പഠിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നത്. അതിലുപരി എൻ്റെ റീജൻസി കാലം ഞാനൊരു ഗ്രാമത്തിലായിരുന്നു, പക്ക ഒരു മിഷൻ ഗ്രാമത്തിൽ തന്നെയായിരുന്നു, മിഷനിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, ഒരു സ്ഥലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത ഗ്രാമം. അപ്പോൾ 2 ഗ്രാമങ്ങളുടെ ഇടയ്ക്കാണ് ഞങ്ങളുടെ മിഷൻ സ്റ്റേഷൻ. മറാഠി പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്നാലും കൃത്യം പറയാനായിട്ടൊന്നും അറിയത്തില്ല. ആ സമയത്ത് അച്ഛൻ്റെ ഒപ്പം അവിടെ ചെന്നു. അച്ഛന് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു. ഒരാഴ്ച മിച്ചം ഞാനവിടെ തനിച്ച്, ഭാഷ അറിയത്തില്ല. അതൊരു വല്ലാത്തൊരു ഒറ്റപ്പെടലും എന്നാൽ ഒരു നമ്മളെ ജീവിതത്തെ ഒന്ന് ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. റീജൻസി പീരീഡിൽ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു സംഘർഷത്തിലൂടെ തന്നെ കടന്നുപോയി എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് പറയാനായിട്ട് ആരുമില്ല. ഫോണാണെങ്കിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. നമുക്ക് ഒരു അടുത്തുള്ള ഹൗസ് എന്ന് പറയുന്നത് 34-35 കിലോമീറ്റർ അകലെയാണ് സിറ്റിയിൽ. അവിടെ 2 അച്ഛന്മാരുണ്ട്. അവർ ഇടയ്ക്ക് വരും. ഇപ്പോൾ അച്ഛനില്ലെങ്കിൽ വല്ലപ്പോഴും അവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം അച്ഛന്മാരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും, അവിടെ നിന്ന് ഒരു ദിവസം താമസിക്കും. അപ്പോൾ ആ മിഷൻ അനുഭവം ഒത്തിരിയേറെ എന്നെ വളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തൊട്ടാവാടിയും പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളിൽ നിന്ന് കുറേ കൂടി വളരാനായിട്ട് ആ മിഷൻ അനുഭവം. പിന്നെ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ചില സമയത്ത് അച്ഛൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കൃഷി നശിച്ചും അവരുടെ വിളവൊക്കെ പോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അച്ഛൻ പറ്റുന്ന രീതിയിൽ അച്ഛൻ അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിൽ മായാതെ നമ്മളെ സ്വാധീനിച്ച കുറേ കാര്യങ്ങളാണ്. നമ്മുടെ പൗരോഹിത്യത്തിൽ നമുക്ക് ശക്തി പകരുന്ന, എങ്ങനെയായിരിക്കണം ഒരു വൈദികൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. തീർച്ചയായിട്ടും ഈ മിഷൻ്റെ പശ്ചാത്തലത്തിലും അതിനുശേഷം പിന്നെ പഠിക്കാൻ പോയത് കാനോൻ നിയമമാണല്ലോ. അതെ, ഈ സഭയിലെ കാനോൻ നിയമം പഠിക്കുക എന്തുമാത്രം ഈ സഭയുടെ ഇത്രയും വർഷങ്ങളുടെ ചരിത്രത്തിൻ്റെ നിലനിൽപ്പിന് ഈ കാനോൻ നിയമം ഇന്നും വളരെ അത്യാവശ്യമാണല്ലേ? ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെങ്കിലും അത്യാവശ്യമാണ്. കാരണം ഏതൊരു സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ എഴുതപ്പെട്ടതായിരിക്കാം, അല്ലാതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിക്കോ, നമ്മൾ എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട് കുടുംബത്തിൽ. ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാം. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇത്ര സമയത്ത് പുറത്തു പോകാം. അതൊന്നും എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളൊന്നുമല്ല. അത് ഒരു നല്ല കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ സഭയാകുന്ന കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് എത്രയോ വർഷങ്ങളുടെ രൂപീകരണത്തിന് ശേഷമാണ് ഇന്നത്തെ കാനോൻ നിയമം ഇതുപോലത്തെ നിലയിലായത്. ആദ്യകാലത്ത് സൂനകദോസുകൾ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അത് പാലിക്കാത്തവർ സഭയ്ക്ക് പുറത്താണ്. അത് ചെറിയ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് പള്ളിയിൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ, സംസാരിച്ച് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് കഠിനമായ ശിക്ഷയാണ് പണ്ടത്തെ നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ ഉണ്ടാക്കിയെടുത്ത് രൂപപ്പെട്ടു വന്ന നിയമങ്ങളാണ്. അത് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് സഭാ നിയമത്തിൻ്റെ പ്രസക്തി ഇന്നും മാറിയിട്ടൊന്നുമില്ല. അച്ഛനെ പോലെ ഒരു ദിവ്യകാരുണ്യ ഒരു സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് മിഷൻ എക്സ്പീരിയൻസും ഒരു പാസ്റ്റൽ മൈൻഡും ഉള്ള ഒരു അച്ഛനെ പോലത്തെ ഒരാളുടെ കയ്യിൽ തീർച്ചയായിട്ടും കാനോൻ നിയമം ഒരു വലിയ തുണയായിരിക്കുമല്ലോ. കാരണം അങ്ങനത്തെ ഒരു പാസ്റ്റൽ അപ്രോച്ചിൽ. പക്ഷേ ചിലപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, കാനോൻ നിയമമൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഒരു പാസ്റ്റൽ മൈൻഡും കൂടെ ഇല്ലെങ്കിൽ അതൊരു നിയമം മാത്രമായി പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അച്ഛനെ അത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനോട് അച്ഛൻ എന്താ പറയാനുള്ളത്? നിയമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന ആത്മാക്കളുടെ രക്ഷയാണെന്ന് നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാനോൻ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ സഹായിക്കാനാണ്. സ്നേഹമാണ് ഏറ്റവും വലിയ നിയമം. അതെ. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ട് ആണ് നിയമങ്ങൾ. അതിനെതിരെ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിൽ തടയിടുന്നതാണ് കുറേ നിയമങ്ങൾ. അപ്പോൾ അങ്ങനെ നിയമം എപ്പോഴും നമുക്കൊരു ശക്തി തന്നെയാണ്.
എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അവസാനം ആളുകൾ ആശ്രയിക്കുന്നത് ഈ നിയമത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നോക്കിക്കോ, വേറെ എങ്ങനെ രക്ഷയില്ലാതാകുമ്പോൾ ഒരു കോടതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നിയമം എപ്പോഴും ഒരു ശക്തി തന്നെയാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. കാർക്കശ്യത്തോടെ ഉപയോഗിക്കുമ്പോൾ പലർക്കും അത് മുറിവേക്കുന്നതും ഉള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നിയമം പറയുന്നുണ്ട്, ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. അതുകൊണ്ട് നിയമം വലിയ ശക്തി തന്നെ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയതും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ മനുഷ്യരെ സഹായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ വക്കീലന്മാർ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നോക്കിക്കോ, പല വക്കീലന്മാരും നിയമം പഠിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള സമർപ്പിതരായിട്ടുള്ളവർ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഒത്തിരിയേറെ നിയമം പഠിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലാതെ തകർക്കാനല്ല, അവരെ സംരക്ഷിക്കാനും വളർത്താനും ഒരു ആയുധം തന്നെയാണ് നിയമം. തീർച്ചയായിട്ടും സഭയുടെ ഒരു നിലനിൽപ്പിനും സഭാ മക്കളുടെ നിലനിൽപ്പിനും ഈ നിയമങ്ങൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്ററൽ മൈൻഡോട് കൂടി ആത്മാക്കളുടെ രക്ഷയെ കരുതിക്കൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇന്നും റെലവൻസ് ഉണ്ട്, ഒരു സംശയമില്ല. അച്ഛൻ പറഞ്ഞ വാക്കുകൾ അത് വളരെ ക്ലിയറാണ്. അച്ഛൻ സിറോ മലബാർ സഭയുടെ സുവിശേഷവൽക്കരണത്തിനും പ്രവാസികൾക്ക് വേണ്ടിയുള്ള അജപാലന ദൗത്യത്തിനും വേണ്ടിയുള്ളൊരു കമ്മീഷൻ്റെ സെക്രട്ടറി കൂടിയാണല്ലോ അച്ഛൻ, അല്ലേ? അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അച്ഛൻ? ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവനാണ്. അത് വാക്കിലൂടെ ആകാം, പ്രവൃത്തിയിലൂടെ ആകാം. എല്ലായ്പ്പോഴും വാക്കിലൂടെ ആകണമെന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, സുവിശേഷം എപ്പോഴും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുക, ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുക. അത് നമ്മൾ ജീവിതത്തിലൂടെ, നമ്മൾ എവിടെ ചെല്ലുന്നോ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പന തന്നെയാണ്. ആ കൽപ്പന പാലിക്കാനായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും ക്രൈസ്തവരും ബാധ്യസ്ഥരാണ്. എല്ലാവരും അത് സുവിശേഷം ജീവിതം വഴി പ്രഘോഷിക്കാനായിട്ട്. ഒപ്പം ഇപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ ഇപ്പോൾ മിഷൻ പ്രദേശത്തിലേക്ക് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരു 3 മിഷൻ കൺസൾട്ടേഷൻ നടത്തി ഈ കഴിഞ്ഞ നാളുകളിൽ. ഒന്ന് നമ്മുടെ നാട്ടിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും, പിന്നെ നാട്ടിലുള്ള അൽമായി സംഘടനകൾ, സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അൽമായി സംഘടനകൾ, പ്രത്യേകിച്ച് മിഷൻ പ്രദേശത്ത് ഏർപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ ജീസസ് യൂത്ത് ഉണ്ട്, ഫിയാത്ത് മിഷനുണ്ട്, CML ഉണ്ട്, അങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിനിധികളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. പിന്നെ മിഷനിൽ ജോലി ചെയ്യുന്ന ആക്ച്വൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരുടെ എല്ലാം ഒരു യോഗം 3 തലങ്ങളായിട്ട് നമ്മൾ നടത്തി. അവരിൽ എല്ലാവരും അവർ ആവശ്യപ്പെടുന്നുണ്ട്, ഈ മിഷൻ പ്രവർത്തനം എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്, അതെല്ലാവരുടെയും കടമയാണ്. അപ്പോൾ അത് നമ്മുടെ സഭയിലെ ആളുകളെ എല്ലാവരെയും മനസ്സിലാക്കണം. അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ സഭയിലെ ചർച്ച ചെയ്യണം, അധികാരികൾ ചർച്ച ചെയ്യണം, എന്നിട്ട് ആളുകളെല്ലാം ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഈ മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യുന്നവരെ അത് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും സഹായിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കണം. പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പിടിയരി പിടിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ചെറിയ ഉൽപ്പന്ന പിരിവ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഈ മിഷൻ ഞായറിന് തൊട്ട് മുമ്പ് ആ ശനിയാഴ്ച ഞങ്ങൾ വീടുകളെല്ലാം പോവും. CML ആൾക്കാരും CLC ഇവരെല്ലാം പോവും. എന്നിട്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പിരിച്ച് കൊണ്ടുവന്ന് മിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മിഷൻ ചൈതന്യം നമ്മുടെ സഭയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലത്തീൻ സഭയിൽ അംഗമായിട്ട് ചേർന്നിട്ട് പോലും അംഗങ്ങളായിട്ട് മിഷനിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആൾക്കാർ, അച്ഛന്മാരായ സിസ്റ്റേഴ്സൊക്കെ പോയത്. ഇപ്പോൾ ലത്തീൻ സഭയിൽ ജോലി ചെയ്യുന്ന മെത്രാന്മാരടക്കം ഉള്ളവർ നമ്മുടെ സഭയുടെ സംഭാവനയാണ്. അതുകൊണ്ട് നമ്മുടെ സിറോ മലബാർ സഭ അതിൻ്റെ പ്രേക്ഷിത ആഭിമുഖ്യം എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്, ഇന്നും കാണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് മുൻപോട്ട് ഒരു അച്ഛൻ്റെ ഇതിനകത്ത് നമുക്ക് അറിയാം, ഇന്ന് കേരളത്തിൽ, ഭാരതത്തിലൊക്കെയും എവിടെയായിരുന്നാലും, ഞാൻ പറഞ്ഞു ലോകത്ത് എവിടെയായിരുന്നാലും ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സാധ്യതകൾ ജീവിത രീതിയിലൂടെയും സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെയും ആകേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി വരിക, അല്ലേ? കാരണം മറ്റു പ്രഘോഷണങ്ങൾക്കുള്ള സാധ്യതകൾക്ക് വെല്ലുവിളികളുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വളരെ കൂടുക. അത്തരമൊരു തരത്തിൽ കൂടി നമ്മുടെ പ്രേക്ഷകരോടും ഒക്കെയും അച്ഛൻ പറയുന്ന ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ പറഞ്ഞതിൽ വളരെ കൃത്യതയുണ്ട്. സുവിശേഷം അത് വാക്കിലോ പ്രവൃത്തിയിലോ എല്ലാത്തിലും നമ്മൾക്ക് സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കുന്ന MCVS സഭയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സഭയുടെ ദിവികാരുണ്യ ആ ഒരു ചൈതന്യം നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു. എങ്കിലും ആ ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച് അച്ഛന് കൂടുതൽ എന്താണ് അച്ഛൻ പറയാനുള്ളത്? ആ ഒരു ഇതിനെ ദിവികാരുണ്യ മിഷണറി സഭ അതുകൊണ്ട് തന്നെ അതിനാൽ തന്നെ പ്രേക്ഷിതയും കൂടിയാണ്. അപ്പോൾ ആ പ്രേക്ഷിതാഭിമുഖ്യം എപ്പോഴും
ഞങ്ങൾക്കും അത് ഞങ്ങളുടെ ചെറുപ്പത്തിലെ മുതൽ മൈനസെമിനാരി മുതൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മിഷനിൽ നിന്ന് ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് ആ മിഷനെക്കുറിച്ച് പങ്കുവയ്ക്കും മൈനസെമിനാരിൽ വെച്ച്. അങ്ങനെ ഞങ്ങളിലും മിഷൻ ചൈതന്യം തുടക്കം മുതലേ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ അധികാരികൾ, അന്നത്തെ അധികാരികൾ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ, വൈദികർ, അതിപ്പോഴും തുടരുന്നുണ്ട്. ആ മിഷനിൽ നിന്ന് അച്ഛന്മാർ വരുമ്പോൾ അവരുടെ മിഷൻ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആഫ്രിക്കയിലൊക്കെ മിഷനുണ്ട്. അവർ വരുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ അനുഭവം ഞങ്ങൾ മനുഷ്യനാരിക്കാരെ കേൾപ്പിച്ചിരിക്കും. കാരണം അവരും മനസ്സിലാക്കണം നമ്മുടെ സഭയുടെ വിവിധ പ്രേക്ഷിത മേഖലകളും പരിചയപ്പെടാനായിട്ടും പിന്നെ അതിനോടുള്ള ഒരു ആഭിമുഖ്യം അവരിൽ വളർത്താനായിട്ടും അത് ഉപകരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മിഷണറി സഭ എൻ്റെ അമ്മ തന്നെയാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ട് ചേർന്നത് മുതൽ ഇപ്പം ഞാൻ എത്തിയിരിക്കുന്ന ഇതുവരെ എൻ്റെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും എന്നെ കൈപിടിച്ച് നടത്തിയത് ദിവ്യകാരുണ്യ മിഷണറി സഭയാണ്. അതിന് ഉപകരണങ്ങളായത് എൻ്റെ ഗുരുഭൂതരായ അച്ഛന്മാരുണ്ട്, സതീർത്ഥ്യരുണ്ട്, കൂടെ പഠിച്ചവർ. അതുകൊണ്ട് മിഷണറി സഭയിൽ അംഗമായതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. കാരണം വിശുദ്ധ കുർബാനയുടെ സഭയിൽ അംഗമായതിൽ, ഒപ്പം അതിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സഭയുടെ ആകത്തുകയുള്ള പ്രത്യേകത പോലെ തന്നെ സഭയുടെ പരിശീലനം കൊണ്ടും കൂടി ആവണം ധാരാളം വൈദികർ അവർക്ക് കിട്ടുന്ന ബോധ്യങ്ങളും പ്രത്യേകമായി തിരിച്ചറിയുന്ന ആ ഒരു ദൈവവിളിയും അടിയുറച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കൃത്യതയോടെ കണ്ടിട്ടുണ്ട്. കുറ്റിക്കലച്ഛൻ അത്തരം ഒരു കാര്യത്തിൽ എന്നെ വളരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛൻ മുമ്പ് പഴയ അച്ഛന്മാരുടെ ശവകൂടീരത്തിൻ്റെ അവിടെ തന്നെ ഒരു കാര്യം പറഞ്ഞ പള്ളിയെക്കുറിച്ച് പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ പേരെന്ത്, കടുവാക്കുളം. അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്ത് അന്ന് കുറ്റിക്കലച്ഛൻ്റെ ഫ്യൂണറലിന് വേണ്ടി ഞാൻ അവിടെ തന്നെയാണ് വന്നത്. അച്ഛാ, എൻ്റെ മറ്റൊരു കാര്യം, അച്ഛൻ ആദ്യ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ പറഞ്ഞിരുന്നു അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശക്തി സ്രോതസ്സുകളിൽ ഒന്ന് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയാണ്. 2 അച്ഛൻ പറഞ്ഞു പിന്നെ നല്ല സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് വൈദികരായി തന്നെയുള്ള സഹോദരങ്ങളുടെ നല്ല സൗഹൃദങ്ങളാണ്. 3-മത്തെ കാര്യം പരിശുദ്ധ അമ്മയാണ്. അമ്മ എന്തുമാത്രം ഈ ഒരു പ്രേക്ഷിത ജീവിതത്തിൽ, ഈ പ്രേക്ഷിത തീക്ഷ്ണതയിൽ കൂടെ സഹായിയാവുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എൻ്റെ അമ്മയായിരിക്കണമേ എപ്പോഴും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അമ്മയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ആത്മീയ മേഖലയിൽ കൂടുതൽ വ്യാപരിക്കുമ്പോൾ അമ്മയുടെ ആത്മീയ സംരക്ഷണം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള ഒരു ഭക്തി ചെറുപ്പത്തിൽ വീട്ടിലും ഒപ്പം സെമിനാരിയിലും ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഗുരുഭൂതർ. അത് മനസ്സിൽ ആഴമായിട്ട് പതിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കൂടി എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ എന്നുള്ള ജപം ചൊല്ലുമ്പോൾ അതിലൂടെ കിട്ടുന്നൊരു ശക്തിയുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു ജപമാലയെങ്കിലും എൻ്റെ കയ്യിൽ കാണും. കാരണം അത് ചുമ്മാ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് തന്നെ നമുക്ക് അമ്മയുടെ ഒരു സംരക്ഷണം തരുന്നതാണ്. നമ്മൾ ആശീർവാദ പ്രാർത്ഥനയിലും അമ്മയുടെ സംരക്ഷണം തരുന്നുണ്ട്. ഈ ജപമാല ഉപയോഗിക്കുന്നവരിലും ഇത് വയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ ജപമാല ആശീർവദിക്കുന്നത്. ആ ഒരു ജപമാലയുടെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും സുനിശ്ചിതമായ ഒരു വഴി പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ട് അമ്മ എപ്പോഴും എൻ്റെ അമ്മയായിരിക്കണമേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും അറിയാതെ തന്നെ, അറിഞ്ഞും അറിയാതെയും എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. സുഭാഷ് അച്ഛാ, അച്ഛൻ്റെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് നോക്കുമ്പോൾ ഈ ഒരു യാത്രയിൽ അച്ഛൻ ഒരു വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞു വിശുദ്ധ കുർബാന തന്നെയാണ് എന്ന് പറഞ്ഞു. അതെ. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്ന ഒരു കാര്യം, അച്ഛനെക്കുറിച്ച് മറ്റുള്ളവർ ഈ അച്ഛൻ എങ്ങനത്തെ അച്ഛൻ എന്ന് പറയാനാണ് അച്ഛൻ ഏറ്റവും ഒരു അച്ഛനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും. കാരണം ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ സമൂഹം പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛനല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന തന്നെയാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം നല്ലത്. അതിനൊരു പ്രത്യേക വേറൊരു ക്വാളിറ്റിയോ അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷനോ അതിനേക്കാൾ ഉപരി ഒരു അച്ഛൻ എന്ന് വിളിക്കപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അതിലുപരി എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഉത്തരത്തിൽ തന്നെ ക്ലിയർ ആണ്. കാരണം അങ്ങനെ ഒരു അച്ഛൻ പറയുന്നതിൽ തന്നെ അച്ഛൻ അതിനോട് ചേർത്ത് പറയാൻ ശ്രമിച്ചല്ലോ. കാരണം ഒരു മറ്റുള്ളവരേറെ പ്രതീക്ഷിക്കുന്ന, മറ്റുള്ളവരേറെ കരുതുന്ന ഒരു വൈദികരാണ് നമ്മുടെ വൈദികർ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു അച്ഛനായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈദിക പരിശീലനത്തെക്കുറിച്ചും നമ്മളുടെ ഫോർമേഷനെക്കുറിച്ചും സന്തോഷം തോന്നിയ ആളുകളാണ്. കാരണം കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇതുപോലത്തെ ഒരു പ്രളയവും ദുരിതവും ഒക്കെ വന്നപ്പോൾ ഇവിടെ ഏറ്റവും ആവശ്യമായിരുന്നത് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇറങ്ങിപ്പുറപ്പെടാനുള്ള സന്നദ്ധത, അതിലുപരി എല്ലാം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ആത്മാർത്ഥത. ഇത് മൂന്നും നമ്മുടെ ധാരാളം വൈദികർ, ഞാൻ കണ്ടുമുട്ടിയ എല്ലാ വൈദികരിലും തന്നെ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുഴുവൻ നന്മയും പുറത്തേക്ക് ഒഴുകിയൊരു സമയമാണ്. പക്ഷെ അത്തരത്തിൽ നമ്മുടെ വൈദികർ പലരുടെയും കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചാടി ഇറങ്ങിയതും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതും അതിന് ആ ഒരു പക്വത, പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന രീതി, അത് കൃത്യമായി തീരുമാനമെടുക്കാൻ പറ്റുന്ന പക്വത, അതിലുപരി എല്ലാം മറന്ന് ഇറങ്ങിയ ഒരു സന്നദ്ധത എന്ന് പറയുന്നത്, എല്ലാം തുറന്നിട്ട് കൊടുത്ത, എല്ലാത്തിനും തയ്യാറായ ഒരു കാര്യം ഞാൻ കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അച്ഛൻ ഇന്ന് നമ്മളുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ അച്ഛൻ ചെറുപ്പക്കാരെ ധാരാളം പേര് തീർച്ചയായിട്ടും അച്ഛൻ ഇടപഴകിയിട്ടുണ്ടാവും. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് ഇന്നത്തെ ഈ ഒരു വൈദികരുടെ ഈ ശുശ്രൂഷയുടെ മനോഭാവമൊക്കെ കണ്ടുകൊണ്ടും നമ്മുടെ ഇന്നത്തെ ദൈവവിളിയെ മുന്നോട്ട് കൊണ്ടുകൊണ്ടും ഒക്കെ അച്ഛന് പറയാനുള്ളത് എന്താണെന്നൊന്ന് പറയാമോ അച്ഛൻ? എനിക്ക് അങ്ങനെ ഒരു ഉപദേശം എന്ന രീതിയിലല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ക്രൈസ്തവരായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതിനെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക മാക്സിമം. അത് ഒരു അച്ഛനാകാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആകാൻ വേണ്ടി മാത്രമല്ല, നല്ലൊരു മനുഷ്യനായിട്ട് ആയിരിക്കാനായിട്ട് അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. അത് നമ്മുടെ അനുഭവത്തിൽ വളരെ ശക്തമാണ്. കാരണം ദൈവത്തിനോട് അടിയുറച്ച ഒരു ബോധ്യം, വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരിക്കലും മറ്റു മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേരാനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിൽ എന്തുമാത്രം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവോ അത്രയും തന്നെ എൻ്റെ കൂടെയുള്ളവൻ്റെ, എൻ്റെ സഹോദരൻ്റെ വേദനയിൽ, അവൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ ഇടപെടും, ഞാൻ അവനെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഫാഷൻ അല്ല എന്ന് കരുതി, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അറിയാമല്ലോ, പലപ്പോഴും അവർ പള്ളിപ്പോക്ക് ഒരു ഫാഷന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അവർ മാറ്റി നിർത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈ ഇടവകയിലോ എവിടെയൊക്കെ ചെല്ലുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ കൊച്ചു കുട്ടികളെ വരെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുക. അവർ ബഹളം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം തമ്പുരാൻ്റെ സന്നിധിയിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതാ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കളയുന്നത്. അതുകൊണ്ട് ആ ദൈവാനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ എവിടെയൊക്കെ നോക്കിക്കോ, എത്ര ദൈവമില്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിലും അവസാനം അവരുടെ ജീവിതം ചെന്നെത്തുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. അവർ എത്രയൊക്കെ മസിൽ പിടിച്ചാലും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ല. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. ആ വിശുദ്ധ കുർബാനയോട് നമ്മൾ അടുപ്പവും സ്നേഹവും കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ പ്രയോജനം എല്ലാവരും മനസ്സിലാക്കണം. അത് ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മാതാപിതാക്കന്മാരും തയ്യാറാകണം. എങ്കിലാണ് നല്ല മനുഷ്യരെ നമ്മൾക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യരുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഒരു നല്ല മാനവികത ഉൾക്കൊള്ളണമെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഈ നമ്മൾ പഴഞ്ചൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിച്ചാലേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, എനിക്ക് അവസാനിപ്പിക്കണം. എങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. മലയാറ്റൂരുകാരനായ അച്ഛനോട് വിശുദ്ധ തോമാസ് ലീഹായുടെ അച്ഛൻ്റെ ജീവിതത്തിലും വിശ്വാസ വഴിയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് വളരെ ചെറുതായിട്ട് അച്ഛനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. തോമാസ് ലീഹായോടുള്ള സ്വാധീനം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അഭിമാനമുള്ളതാണ്. കാരണം മുത്തപ്പൻ്റെ മണ്ണിൽ ജനിക്കാനും വളരാനും സാധിച്ചു എന്നുള്ളത് ഒത്തിരിയേറെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ അവിടെ ഈ തിരുനാളാഘോഷത്തിൻ്റെ സമയത്തും ആളുകൾ വരുന്നത് അവരുടെ വിശ്വാസം അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് പലപ്പോഴും പിന്നീടുള്ള ജീവിതത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. ആളുകൾ വന്ന് മല കയറുന്നത്, അവരുടെ പാവങ്ങൾ ഇറക്കി വയ്ക്കുന്നത്, അവരുടെ പ്രായശ്ചിത്തങ്ങൾ
പിന്നെ തോമാസ് ലിഹായുടെ മകൻ എന്ന്, മലയാറ്റൂരിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാനായിട്ട് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം നമ്മുടെ അപ്പസ്തോലനാണ് തോമാസ് ലിഹ. ആ തോമാസ് ലിഹായുടെ പാദ സ്പർശനമേറ്റ മണ്ണിൽ തന്നെ വളരാൻ സാധിച്ചത് അതിൽ പരം വലിയൊരു സന്തോഷമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു, നമ്മൾ ഭാരതത്തിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഒരു മലയാറ്റൂരിൽ നിന്നുള്ള ഒരാളായിട്ട് ആകാൻ സാധിച്ചതില്ലേ. ഏറെ സന്തോഷം. കാരണം മുത്തപ്പൻ്റെ മണ്ണിൽ ജനിച്ച് മുത്തപ്പൻ്റെ മണ്ണിൽ വളർന്ന് തോമാസ് ലിഹായുടെ ഒരു മകനായി ജീവിതം രൂപപ്പെടുത്തി ഇന്ന് MCBS സഭയിലൂടെ ഫാദർ സെബാസ്റ്റ്യൻ മുട്ടൻതൊട്ടിൽ വൈദിക പരിശീലനം നേടി അച്ഛനായി 15 വർഷം പൂർത്തിയാക്കി ഇന്ന് ആ തോമാസ് ലിഹായുടെ തന്നെ ഒരു സഭയോട് ചേർന്ന് മൗണ്ട് സെൻറ് തോമസിൽ ഒത്തിരി ഭാഗ്യം. കാരണം ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് എന്നെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. കാരണം റോമിൽ നിന്ന് കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ സെമിനാരിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സെമിനാരിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വിട്ടത്. തിരിച്ചു വന്നപ്പോൾ ചണ്ടാളച്ചൻ പറഞ്ഞു, ഇങ്ങനെയൊരു കാര്യമുണ്ട്, അവിടുന്ന് പിതാവ് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ കാണുന്നത് അച്ഛനെയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ തീരുമാനം. എന്നിട്ട് അച്ഛൻ എന്നെ അങ്ങോട്ട് നിയോഗിക്കുകയായിരുന്നു. സഭയുടെ ഈ ആസ്ഥാന കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ആലഞ്ചേരി പിതാവിനോടൊപ്പം പിതാവിൻ്റെ അടുത്ത സഹപ്രവർത്തകനായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതും ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മിഷനോടുള്ള ഒരു മിഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒപ്പം മിഷൻ ലീഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വൊക്കേഷൻ കമ്മീഷൻ്റെ കീഴിലാണ് മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നത്. നമ്മൾക്കറിയാം, മിഷൻ ലീഗ് CBCയുടെ പേട്രണേജിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ കീഴിലായി. അപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് ഏൽപ്പിച്ചിരിക്കുന്ന വൊക്കേഷൻ കമ്മീഷനെയാണ് മിഷൻ ലീഗിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ആ മിഷൻ ലീഗിൻ്റെ ഒരു ട്രാൻസിഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ നിയമാവലി പരിഷ്കരിക്കണം, പുതിയ ചട്ടക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെയും ഭാഗമായിട്ട് ഞാൻ അംഗമായിട്ട് പ്രവർത്തിച്ച ഒരു മിഷൻ ലീഗാണ്. അതിൻ്റെ ഇങ്ങനെയുള്ളൊരു സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ, ഒപ്പം ദൈവവിളി കമ്മീഷൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവൻ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ എന്നെ നടത്തിക്കൊണ്ടു പോകുന്ന അനുഭവമാണ് എനിക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. എൻ്റെ തീരുമാനമല്ല, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നും. ദൈവം തന്നു, അധികാരികളോട് ഏൽപ്പിച്ചു. അത് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം അച്ഛാ. കാരണം അച്ഛനോടൊപ്പമുള്ള ഈ ഷാലോം TV ജോഷു എന്ന പ്രോഗ്രാമിൽ 2 എപ്പിസോഡിലും അച്ഛൻ്റെ പങ്കുവയ്ക്കലുകൾ വളരെ ഹൃദ്യമായിരുന്നു. അച്ഛൻ്റെ വീട് മുതൽ ഇടവക മുതൽ അച്ഛനെ സ്വാധീനിച്ച വഴികൾ, MCBS സഭ, അച്ഛൻ പ്രവർത്തിച്ച മേഖലകൾ, ഒടുവിൽ അച്ഛൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭയിലെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഈ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനും അതിലുപരി ദിവ്യകാരുണ്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു തീഷ്ണതയും, പ്രേക്ഷിതനായി ജീവിക്കുക, സുവിശേഷം പങ്കുവയ്ക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പങ്കുവച്ചതിനും അച്ഛൻ്റെ ഈ ഒരു ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾക്കും സാന്നിധ്യത്തിനും ഏറെ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല